ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ പെട്ടെന്ന് ഞാൻ ജിങ്ഷിയുടെ അടുത്തേക്ക് ചെന്ന് നിന്റെ ഒരു നോട്ടത്തില് ഞാൻ എങ്ങനെയുള്ള ഒരു ആളാണെന്ന് ഇങ്ങനെ ചോദിക്കും. ഈ ഒരു ചോദ്യം നമ്മുടെ ജിങ്ഷി പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റണ്ണായിട്ട് ഞാനിനെ ഒന്ന് നോക്കും. അങ്ങനെ ഞാനും ഇവരുടെ മറുപടിക്കായിട്ട് ജിങ്ഷിനെ നോക്കും. ജിങ്ഷി ആണെങ്കിലും ഒന്നും പറയുന്നില്ല, ചെറിയൊരു സ്മൈലൊക്കെ ഇട്ട് അവിടെ നിന്ന് നടന്നു പോകും. പുറകെ നമ്മുടെ ഞാനും. അങ്ങനെ രണ്ടുപേരും നടന്ന് നേരെ ഹോട്ടലിലേക്ക് എത്തും. ഇപ്പോ ലിഫ്റ്റിലേക്കും കയറും. ഞാൻ ആദ്യം തന്നെ അവന്റെ ഫ്ലോറിന്റെ ബട്ടൺ അമർത്തും. ഇവളാണെങ്കിലോ ഒന്നും അമർത്താണ്ട് നിൽക്കുവാണ്. അപ്പൊ തന്നെ ഞാൻ അപ്പൊ നീ എന്റെ റൂമിലേക്കാണോ വരുന്നേന്ന് എന്നെ ചോദിക്കും. പെട്ടെന്ന് പുള്ളിക്കാരിയുടെ ബോധമൊക്കെ വന്ന് അവളുടെ ഫ്ലോറിലേക്കുള്ള ബട്ടൺ അമർത്തും. അങ്ങനെ ഞാൻ എന്റെ ഫ്ലോർ എത്തും. ലിഫ്റ്റ് ഓപ്പൺ ആകും. പക്ഷെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് എന്തായാലും നിന്നെ സെൻഡ് ഓഫ് ചെയ്തിട്ട് ഞാൻ പോയിക്കോളാന്ന് പറയും. അങ്ങനെ ജിങ്സിയുടെ ഫ്ലോർ എത്തും. രണ്ടുപേരും കൂടി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ ജിങ്സിയുടെ റൂമിലേക്ക് നടക്കും. അങ്ങനെ റൂമിന്റെ ഫ്രണ്ടിൽ എത്തി കഴിയുമ്പോ ഞാൻ ദേ ഇവിടെ എത്തി, നീ ഇനി എന്തായാലും പോയിക്കോന്ന് പറയും. ഓക്കെ, ഞാൻ പോയിക്കോളാം. നാളെ എപ്പോഴാണ് ഫ്ലൈറ്റ്? നിന്നെ സെൻഡ് ഓഫ് ചെയ്യാനായിട്ട് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കും. വേണ്ട, എന്റെ കൂടെ മറ്റുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയിക്കോളാന്നും പറഞ്ഞ് ഞാനിനെ നോക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരം പരസ്പരം നോക്കും. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ ജിങ്ഷി റൂമിലേക്ക് കയറി വാതിലടക്കും. ഞാനാണെങ്കിലോ പോകുന്നില്ല, ആ വാതിലുമേ നോക്കി നിൽക്കും. ജിങ്ഷിയും അതേപോലെ എന്തോ ഫീൽ ആയിട്ട് വാതിൽക്കൽ തന്നെ നിൽക്കുവാണ്. അങ്ങനെ കുറച്ചു നേരം കൂടി ഞാൻ അവിടെ നിന്ന് അങ്ങനെ നേരെ റൂമിലേക്ക് പോകും. റൂമിലേക്ക് കയറി അവന്റെ കോട്ട് അഴിച്ചു വെക്കുന്നേ ഉണ്ടാവുള്ളൂ. ആ ടൈമിന് പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ല് കേൾക്കും. എന്തായാലും അത് ജിങ്ഷി ആയിരിക്കും എന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് തുറന്നു നോക്കുമ്പോ വന്നു നിൽക്കുന്നത് സിഡ്നി ആയിരിക്കും. സിഡ്നി ആണെങ്കിലോ ജിങ്ഷി ഞാനിനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടല്ലോ, അത് കണ്ട് അത് ചെന്നെടുത്ത് നോക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇതെന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാന്ന് പറയും. എന്തായാലും കൊള്ളാം, നിനക്ക് ഈ ഗിഫ്റ്റ് തന്ന ഫ്രണ്ടിനുണ്ടല്ലോ, നീ കുടിക്കില്ല എന്നുള്ള കാര്യം അറിഞ്ഞൂടെ? എന്റെ ഒരു അറിവ് പോലും നിന്റെ ഫ്രണ്ടിനില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ എന്റെ അടുത്തേക്ക് വന്നിരിക്കാനായിട്ട് പോകും. ഞാനപ്പോ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോ ഒരുപാട് ലേറ്റ് ആയി, അതുമല്ലാണ്ട് ഞാൻ നല്ല ടയർഡാണ്, എനിക്കൊന്ന് കിടന്നുറങ്ങണോന്ന് ഇവളുടെ മുഖത്തടിച്ച പോലെ പറയും. പിന്നെ ഇവൾക്കും പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ തന്നെ റൂമിൽ നിന്ന് പോകും. സിഡ്നി പോയ പുറകെ തന്നെ ഈസോയിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരും. സിഡ്നിയും ജർമ്മനിക്ക് വന്നിട്ടുണ്ട്, അവളുടെ പോസ്റ്റ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. എന്തായാലും മോൻ എൻജോയ് ചെയ്യുന്നു പറഞ്ഞ് ഒരു മെസ്സേജും തട്ടിവിട്ട് ആ മെസ്സേജ് നോക്കി ഈസോയും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാണ്. ആ ടൈമിനെ പെട്ടെന്ന് ലില്ലി അകത്തേക്ക് വരും. എന്താ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത്? എനിക്ക് ചിരിക്കാനൊന്നും പറ്റുന്നില്ല, വല്ലാത്ത വയറുവേദനയെന്നും പറഞ്ഞ് ഈസോയിന്റെ മടിയിലേക്ക് കിടക്കും. ചിലപ്പോ നിന്റെ വയറ് എംപ്റ്റി ആയിട്ടുണ്ടാകും, എന്തായാലും ഞാൻ പോയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്തോണ്ട് വരാന്ന് പറയും. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, കുഞ്ഞുനാൾ മുതലേ തന്നെ എനിക്ക് സ്റ്റൊമക് പെയിൻ ഉള്ളത് കൊണ്ട് എനിക്കതൊക്കെ സഹിക്കാൻ പറ്റുമെന്ന് പറയും. അല്ല, എപ്പോ മുതലാ നിനക്ക് ഈ സ്റ്റൊമക് പെയിൻ സ്റ്റാർട്ട് ചെയ്തേന്ന് എന്നെ ചോദിക്കും. കുഞ്ഞുനാൾ മുതലേ തന്നെ എനിക്കിത് സ്റ്റാർട്ട് ചെയ്തു. എന്റെ പപ്പയും അമ്മയും പെട്ടെന്ന് ഡിവോഴ്സ് ആയി പിരിഞ്ഞു. പിന്നെ ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണ് വളർന്നതൊക്കെ. അമ്മക്കാണെങ്കിലോ എന്റെ ഫുഡിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കാണ്ട് കാശിന്റെ പുറകെ ഓട്ടമായിരുന്നു. ആ ടൈമിനൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്നെ കെയർ ചെയ്ത് എന്നെ നോക്കുന്ന ഒരാള് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇപ്പോ ആ സങ്കടമൊക്കെ മാറി. ഇപ്പോ എന്നെ നോക്കാനായിട്ട് എന്റെ കൂടെ ഒരാളുണ്ടല്ലോ എന്നും പറഞ്ഞ് ഈസോയിന്റെ ഫേസിൽ നോക്കി ചിരിക്കും. ഈസോയും അങ്ങനെ തന്നെ, എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നിന്നെ വിട്ട് ഒരിക്കലും പിരിയില്ല എന്നും പറഞ്ഞ് ലില്ലിയുടെ ഫോർഹെഡിലൊക്കെ ഒരു കിസ്സൊക്കെ കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നാൻസി ആണെങ്കിലോ ലിങ്ങിന്റെ അമ്മേനെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ലിങ്ങിന്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. ഇവളെ കാണുമ്പോ തന്നെ ലിങ് ആണെങ്കിലോ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്ന് ഇവളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും. അപ്പൊ തന്നെ അമ്മ, നീ എന്തിനാണ് വീട്ടിലൊക്കെ സൂട്ടും കോട്ടൊക്കെ ഇട്ട് നടക്കുന്നത്? പോടാ, നീ പോയി റെസ്റ്റ് എടുക്ക്, ഇപ്പൊ നീ ഒട്ടും ഉറങ്ങുന്നൊന്നുമില്ല, അതുകൊണ്ട് പോയി റെസ്റ്റ് എടുക്കെന്ന് പറയും. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിപ്പോ ഒരു ബിസിനസ് മാൻ ആണ്, അപ്പോ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഞാൻ കീപ്പ് ചെയ്യണം. അതുമല്ലാണ്ട് ഞാൻ അങ്ങനെ ടയേർഡ് ആവാറില്ല. ഫുൾ ഓൺ ഫുൾ എന്റെ ഉള്ളില് എനർജി മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് എനർജിയാണ് ഫുൾ ഉള്ളത്. അമ്മ അതാദ്യം മനസ്സിലാക്കണമെന്ന് പറയും. എന്ത് മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? നീ ബിസിനസ് ചെയ്യാണ്ടിരിക്കേ, എന്ത് വേണേലും ചെയ്തോ, പക്ഷേ നിനക്കെന്ന് പറയാനായിട്ട് ഒരു കൂട്ട് വേണ്ടേ? എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിനെ കണ്ടെത്തി ലവ് ചെയ്ത് മാരേജ് ചെയ്യാൻ നോക്കെന്ന് പറയും. ആന്റി, ഞാൻ ലിങ്ങിന്റെ ബാറിൽ പോയായിരുന്നു. ലിങ് നല്ല രീതിക്കാണ് ആ ബാറൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്, നല്ല രീതിക്ക് ബാർ പോകുന്നുണ്ടെന്ന് പറയും. എന്റെ പൊന്നുമോളെ, നീ ഇവനാ നല്ലവനാണെന്നൊന്നും പറയല്ലേ. ഇവനെ ഒരു കാര്യവും മര്യാദക്ക് ചെയ്യില്ല, വെറുതെ എരുമേനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ അറിയുള്ളൂ, അല്ലാണ്ട് ഈ എരുമക്ക് വേറൊന്നും അറിയില്ല. ഇവനേലും 1-2 വയസ്സിന് മൂത്തതേ ഉള്ളൂ ഞാൻ. അവൻ എന്ത് മെച്ചൂർഡ് ആയിട്ടാണ് നടക്കുന്നത്, ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് നീ കാണുന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ ലിങ്, അമ്മ എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ലിങ്ങേ അവിടെ ഇവിടെയും പോയി വെറുതെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല,
കഴിവുള്ളവരുടെ അടുത്ത് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോ ആ ഒരു കാറ്റഗറിയിൽ ഞാനും പെടും. ഞാനേ എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്നാലും അമ്മ ഇവനെ പിടിച്ച് ചീത്തയൊക്കെ പറഞ്ഞ് എന്തായാലും മോള് ഇവിടെ ഇരിക്കും, മോക്ക് വേണ്ടിട്ട് ആന്റി സൂപ്പ് എടുത്തോണ്ട് വരാന്നും പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോകും. അമ്മ പോയ പുറകെ തന്നെ ലിങ്കാണെങ്കിലും നേരെ നമ്മുടെ നാൻസിയുടെ അടുത്തേക്ക് വന്നിരിക്കും. 2 ദിവസം ഞാൻ നിന്റെ ലൈവ് കണ്ടായിരുന്നു. എന്താ നിന്റെ മൈക്ക് റിപ്പയർ ആയോ? എന്റെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ട്, നീ എന്തായാലും വിഷമിക്കണ്ട, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ. അപ്പോ ഫ്രണ്ട്സിന്റെ ഇടയിൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നോർമലാന്ന് പറഞ്ഞ് അവൾക്ക് ഓരോ സാധനങ്ങൾ ഇന്നടുത്ത് കഴിക്കുന്നും പറഞ്ഞ് പിറക്കി കൊടുത്തോണ്ടിരിക്കും. അതിനുശേഷം നാൻസിയുടെ വീട്ടിലേക്ക് തന്നെ പോയി ആ ഒരു മൈക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഓരോ സാധനങ്ങളൊക്കെ കണ്ട് ഇതെന്താണ് അതെന്താണെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ഞോണ്ടി ചോദിക്കും. അതിനുശേഷം ലൈവിലേക്ക് വന്ന് ഇതെന്താണ്, അപ്പൊ നീ ഫിൽറ്റർ ഒക്കെ ഇട്ടാണല്ലേ ലൈവ് പോകുന്നെന്നും പറഞ്ഞ് അതിനിടയ്ക്ക് നമ്മുടെ നാൻസിനെ കളിയാക്കുന്നുണ്ട്. അല്ല നീ ഇപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ കളിയാക്കാനായിട്ടല്ലല്ലോ, ഈ മൈക്ക് ഫിറ്റ് ചെയ്യാനല്ലേ. അപ്പൊ അത് കഴിഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ നിന്ന് വിട്ട് പിടിച്ചോന്ന് പറയും. എന്താ നാൻസി ഇങ്ങനെ പറയുന്നത്? അല്ല നാൻസി, നമുക്ക് 2 പേർക്കും കൂടി ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കും. ഒറ്റക്കോ? ഞാനോ? നിന്റെ കൂടെ? ഞാൻ വരില്ല എന്ന് പറയും. അങ്ങനെയല്ല നാൻസി, നീ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഐഡിയാസ് ഒക്കെ തന്നത് കൊണ്ടാണ് എന്റെ ബാർ ഇത്രയും ഡെവലപ്പ് ആയത്. അപ്പോ കുറച്ചും കൂടി ഐഡിയാസ് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചു. ഒരുപാട് ലേഡി കസ്റ്റമേഴ്സിനെ നമ്മുടെ ബാറിലേക്ക് ആകർഷിക്കണമല്ലോ. അപ്പോ അതിന്റെ ഐഡിയാസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ, വരുമോ എന്ന് ചോദിക്കും. അവസാനം നാൻസിയും വേറെ നിവൃത്തിയില്ലാണ്ട് ഓക്കെ അടിക്കും. അതേ ടൈം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലും ഓൾറെഡി സിഡ്നി ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം നീ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത്. അതുമല്ലാണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡും ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ മീറ്റ് ചെയ്തിട്ട് വന്നില്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടെയൊക്കെ പഠിച്ചത്, ആ ഒരു ടൈമൊക്കെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുമല്ലാണ്ട് 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് പോവില്ലേ, അതുകൊണ്ട് തന്നെ ഡാങ്ങിയൻ ബേസ് എനിക്കൊന്ന് ചുറ്റിക്കാണിച്ചു തരുമോ? ഒരുപാട് നാളായി അതൊക്കെ കണ്ടിട്ടെന്ന് പറയും. നിനക്ക് അവിടെ പോയിട്ട് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, നിന്നെ അവര് കൊണ്ടുപോയി എല്ലാം ചുറ്റി കാണിക്കുമെന്നറിയും. ഇവൾക്കാണെങ്കിലും ഇത് കേട്ട് വല്ലാണ്ടാകും. എന്നാലും അതിന് ഓക്കെ അടിക്കും. ഇതേ ടൈം ജിൻഷിയും ഞാൻ എന്റെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഈ സെയിം റെസ്റ്റോറന്റിലേക്ക് തന്നെ വരും. അതിനിടയ്ക്ക് ലില്ലിയുടെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. നീ എന്തിനാടി പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്നത്? 2 ദിവസം കൂടി നീ മിസ്റ്റർ ഹാന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പറയും. ഒന്ന് പോടി, വായടച്ച് മിണ്ടാണ്ടിരിക്കുന്ന പറഞ്ഞ് തിരിച്ചൊരു വോയിസ് മെസ്സേജ് അയച്ച് പെട്ടെന്ന് നോക്കുമ്പോ സിഡ്നി യാനിന്റെ കൂടെ ഇരിക്കുന്നത് കാണും. ഇത് കാണുമ്പോ തന്നെ ജിൻഷിയുടെ ഫേസ് ഒക്കെ വല്ലാണ്ട് ഡള്ളാകും. എന്നാലും ഇവരുടെ അടുത്തേക്ക് പോവാണ്ട് കുറച്ചു ദൂരം മാറിയിരിക്കും. ഞാനാണെങ്കിലും ജിൻഷി വന്നത് കണ്ടിട്ടില്ല. പക്ഷെ സിഡ്നി ഇവള് വന്നിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇവളെ കാണിച്ച് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ യാനിന്റെ കൂടെ കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്ന പോലെ ആക്ട് ചെയ്യും. കുറച്ച് ഫുഡ് എടുത്ത് അവന് വെച്ച് കൊടുക്കുന്നു, അവന്റെ പ്ലേറ്റിലുള്ള ഫുഡ് ഇവളെടുത്ത് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ ജിൻഷി കാണുന്നുണ്ടെങ്കിലും കാണാത്ത പോലെ ഇരിക്കും. ആ ടൈമിന് ഇവള് ഓർഡർ ചെയ്ത ഫുഡും വരും. ഇത് കണ്ടിട്ടും ജിൻഷിക്ക് ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല. ആ ടൈമിനാണ് ജിൻഷിനെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ഡ്രൈവർ വരുന്നത്. അയാളാണെങ്കിലോ ജിൻഷിയുടെ പേരും വിളിക്കും. ഈ പേര് കേട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ജിൻഷി ആണെങ്കിലോ ആ ഫുഡ് ഒരു തരി പോലും കഴിക്കാണ്ട് അതിനുള്ള ക്യാഷും അവിടെ വെച്ച് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകും. ഇത് കണ്ട് ഞാൻ നേരെ സിഡ്നിനെ നോക്കും. ഏകദേശം കാര്യം ഞാനിപ്പോ പിടികിട്ടിയിട്ടുണ്ട്. സിഡ്നി, നീ അപ്പോ ജിൻഷിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇത്രയും ആക്ടിങ് ഇവിടെ കിടന്ന് കാണിച്ചത്? ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയും. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞുനാൾ മുതലേ തന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? അതുമല്ലാണ്ട് നിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണെങ്കിലും എന്റെ ബിസിനസ് കൊണ്ടാണെങ്കിലും എല്ലാ കാര്യത്തിലും നിന്നെ ഞാനല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ പെർഫെക്റ്റ് മാച്ച് നമ്മളാണ്. അതുമല്ലാണ്ട് കുഞ്ഞുനാൾ മുതലേ തന്നെ ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീ എന്നെ ചൂസ് ചെയ്യാത്തതെന്ന് എന്നെ ചോദിക്കും. ഞാനതിന് നിന്നെ ചൂസ് ചെയ്യാൻ പാകത്തിന് ഒരു സ്ഥലത്ത് വെച്ചിട്ടില്ല എന്നറിയും. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ജിൻഷിനെ ആ ഒരു സ്ഥാനത്ത് നീ കണ്ടു കഴിഞ്ഞു എന്നാണോ? നിനക്ക് വിശ്വാസമുണ്ടോ ജിൻഷിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന്? ഗ്രാൻഡ് പാ അതേപോലെ നിന്റെ ഫാമിലി ഇവരെല്ലാരും ജിൻഷിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അത് എന്റെ കാര്യമല്ലേ, ഞാൻ നോക്കിക്കോളാം, നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് ആണ്, അതുമല്ലാണ്ട് ബിസിനസ് പാർട്ട്നേഴ്സും ആണ്. അപ്പോ നമുക്ക് ആ രീതിയിൽ പോയാൽ മതി. വേറൊരു റിലേഷൻഷിപ്പും ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊരിക്കലും നടക്കില്ല എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതേ ടൈം ജിൻഷി ബാഗെല്ലാം പാക്ക് ചെയ്ത് കാറിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോ യാനിന്റെ അസിസ്റ്റന്റ് വരും. ഇത് മിസ്റ്റർ യാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കും. ആക്ച്വലി അവള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണല്ലോ ആ റെസ്റ്റോറന്റിൽ നിന്ന് പോയത്. അതുകൊണ്ട് ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊടുത്തു വിട്ടതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കാറിലേക്ക് കയറിയിരിക്കുമ്പോ യാനിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരും. ഞങ്ങൾ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചതാണ്, അല്ലാണ്ട് അതൊരു ഡേറ്റ് ഒന്നും അല്ല എന്ന് പറയും. ഇത് കാണുമ്പോ ജിൻഷിക്ക് കുറച്ച് ഹാപ്പി ആകും. എന്നാലും ജിൻഷി ഇതൊന്നും
ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് തിരിച്ചൊരു റിപ്ലൈ വഴക്കും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നാട്ടിലെത്തിയതിനു ശേഷം എന്നെ വിളിക്കെന്നും പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അയക്കും. അങ്ങനെ ജിൻഷിയും ഫ്ലൈറ്റ് ഒക്കെ കയറി നാട്ടിലും എത്തും. ഇപ്പൊ ഓഫീസിലാണുള്ളത്. നെക്സ്റ്റ് പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവര് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക് ബോൺസില് സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ട് വെക്കുന്ന ഒരു മെറ്റൽ സ്റ്റീലാണ്. പക്ഷെ ഈ ഒരു പ്രൊജക്ട് അൺഹൈ എന്നുള്ള ഒരു കമ്പനി ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ അവര് വിപണിയിൽ എത്തിച്ചൊരു കാര്യം വെച്ചാണ് നമ്മുടെ ജിൻഷി യാനിന്റെ അടുത്ത് അന്ന് ഈ അൺഹൈ എന്നുള്ള കമ്പനീനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലില്ലി ആണെങ്കിലോ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉള്ളതാണ്. അപ്പോ നമ്മളും ഇത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇറക്കിയാല് വേസ്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനേലും നല്ലത് നമ്മൾ വേറൊരു പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കും. അൺഹൈ എന്നുള്ള കമ്പനി ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഇൻഫ്ലുവൻസ് ആയി നമ്മൾ നമ്മുടെ ഡയറക്ഷൻ മാറ്റാനായിട്ട് പാടില്ല. ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അവരുടെ വലിപ്പം നോക്കി നമ്മുടെ ഫോക്കസ് മാറ്റാനായിട്ട് പാടില്ല. നമ്മുടെ വലിപ്പം എങ്ങനെയെങ്കിലും കൂട്ടാനായിട്ട് നമ്മൾ നോക്കണം. അപ്പോ അതിനേലും നല്ലത് ഈ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുന്നതല്ലേ. അപ്പോ നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടന്നോന്നും പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞഴക്കും. പോവാനായിട്ട് നിൽക്കുമ്പോൾ ലില്ലിയാണെങ്കിലോ എന്തായാലും നീ തിരിച്ചു വന്നതല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഡിന്നറിന് പോയേക്കാന്ന് പറഞ്ഞ് നേരെ അവളുടെ ക്യാബിനിലേക്ക് ചെന്നിരുന്ന് ഈസോയിന് കോൾ ചെയ്യും. ഇന്ന് നൈറ്റ് ഫ്രീ ആണോ എന്ന് ചോദിക്കും. എന്ത് പറ്റി, നിന്റെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയോ? എന്തായാലും നീ വാ, നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാന്ന് പറയും. വേണ്ട വേണ്ട, നമുക്കിന്ന് പുറത്തു പോവാന്ന് പറയും. അതെന്താന്ന് നീ ചോദിക്കും. വേറൊന്നുമല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഡിന്നറിനായിട്ട് പോകുന്നുണ്ട്. അപ്പോ നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഈസോയിന്റെ ഫേസ് ഒക്കെ ഒന്ന് മാറുന്നുണ്ട്. എന്നാലും പുള്ളിക്കാരനൊന്ന് ഹാൻഡിൽ ചെയ്ത് എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകുന്നല്ലേ, അപ്പോ ഞാൻ ഇടയ്ക്ക് ഒരു കട്ടുറുമ്പാവുന്നില്ല. ഗേൾസ് നൈറ്റ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുന്ന പറയും. അങ്ങനെയല്ല, എന്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്. അതുമല്ലാണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. അതുകൊണ്ടാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാ, വന്നില്ലേലും എനിക്ക് പ്രോബ്ലം ഇല്ല എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ഈസോയിനാണെങ്കിലോ എന്തോ വല്ലാണ്ടാവുന്നുണ്ട്. ഇവൻ എന്താണ് ലില്ലിയുടെ അടുത്ത് നിന്നും മറച്ചു വെക്കുന്നതെന്നറിയില്ല. അതേ ടൈം ലില്ലിക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാകും. എന്നാലും ലൊക്കേഷനൊക്കെ അഴിച്ചുവിടും. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ എല്ലാവരും കൂടി ഡിന്നറിനായിട്ട് മീറ്റ് ചെയ്യും. സുഷി വന്നിട്ടില്ല, അവൾക്ക് എന്തോ ഒരു വർക്ക് ഉണ്ടെന്ന് പറയും. അങ്ങനെ ഇവര് 3 പേരും കൂടി ഡിന്നറും സ്റ്റാർട്ട് ചെയ്യും. ലില്ലി ആണെങ്കിലും ഓവറായിട്ട് കുടിക്കുവാണ്. ഈസോയിന്റെ മേത്ത് ഇപ്പൊ ലില്ലിക്ക് ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ ആ ഒരു സങ്കടം മൊത്തം കുടിച്ചു തീർക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്നാണ് അകത്തേക്ക് നീ എന്തിനാ ഓവറായിട്ട് കുടിക്കുന്നതെന്ന് പറഞ്ഞ് ഈസോയു കടന്നു വരുന്നത്. ഈസോയിനെ കാണുമ്പോ ജിൻഷി ഷോക്കാകും. അയ്യോ ഈസോയു, നിങ്ങൾ എന്താ ഇവിടെ നീന ചോദിക്കും. ഇത് കാണുമ്പോ ലില്ലിയും ഷോക്കാകും. അല്ല, നിനക്ക് നേരത്തെ ഈസോയിനെ അറിയോ നീന ചോദിക്കും. അറിയാലോ, സിങ്ഷൻ ഹോട്ടലിലെ ഓണർ അല്ലേ, ഞങ്ങൾ പലതവണ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ലില്ലിക്ക് ഈസോയിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. അതിന്റെ സങ്കടം ലില്ലിയുടെ ഫേസിലുണ്ട്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് എന്റെ ബോയ് ഫ്രണ്ടാന്നും പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ലില്ലിയും ഈസോയും കൂടി പുറത്തേക്ക് നടന്നു വരും. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് പോവാന്ന് പറയും. ഈസോയും ആണെങ്കിൽ വേണ്ടാന്നും പറഞ്ഞ് നൈസായിട്ട് അവോയ്ഡ് ചെയ്യും. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ജിൻഷിക്ക് പോലും നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടും അറിയാം. ഞാൻ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലേ, നിങ്ങളെ കുറിച്ച് മുഴുവനായിട്ട് അറിയാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറയും. ആക്ച്വലി എന്നെ കുറിച്ച് തന്നെ ഞാൻ എങ്ങനെയാ നിന്റെ അടുത്ത് പൊക്കി പറയുക, അതുകൊണ്ടാ പറയാണ്ടിരുന്നെന്നും പറഞ്ഞ് ഈസോയും ഒന്ന് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ കാറിലേക്ക് വന്നിരിക്കും. ആ ടൈമിനാണ് ഈസോയിന് ഒരു കോള് വരുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റായിട്ട് എനിക്ക് തിരിച്ചു പോകണം, ഞാൻ നിന്നെ വീടിന് പുറത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോളാന്ന് പറയും. ആ ഓക്കെ, നോ പ്രോബ്ലം ഒന്നും പറഞ്ഞ് ലില്ലിയും ഇരിക്കും. ഇപ്പൊ കട്ട് ചെയ്താലേ ലില്ലി നേരെ വീട്ടിലേക്ക് വരും. നാൻസി ആണെങ്കിലോ നീ ഈസോയിനെ എങ്ങനെയാ പരിചയപ്പെട്ടത്, അവനെ കുറിച്ച് എല്ലാ കാര്യവും നിനക്കറിയുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല. എന്റെ അടുത്ത് നല്ല ജെന്റിലായിട്ട് ബിഹേവ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് അയാളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ആരെയാണോ മുഴുവനായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് അയാൾ എന്റെ അടുത്ത് പാതി ഫേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് ലില്ലിയും ഭയങ്കര ഫീൽ ചെയ്ത് അവിടെ ഇരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ജിൻഷി ക്ലിനിക്കൽ ട്രയൽ നടന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ, പേഷ്യന്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ ഒരു ലേഡി റിസപ്ഷനിലിരുന്ന് ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ്. ആ ലേഡിക്കും സ്പൈനൽ കോഡില് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഒരു ക്ലിനിക്കൽ ടെസ്റ്റില് എന്നെയും കൂടി ആഡ് ചെയ്യണം. ഫ്രീ ആയിട്ട് എനിക്ക് സർജറി ചെയ്തു തരുമോന്നും ചോദിച്ച് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചോണ്ടിരിക്കും.
ഇതിനൊക്കെ ഒരുപാട് പ്രോസസ് ഉണ്ട്, ഒരുപാട് ടെസ്റ്റ് ഒക്കെ ചെയ്യണോന്ന് പറഞ്ഞിട്ടും ആ ലേഡി ആണെങ്കിലോ അതൊന്നും കേൾക്കുന്നില്ല. ഇത് കേട്ടിട്ട് ജിൻഷിയും എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലും. ആ ലേഡി ആണെങ്കിലോ അപ്പോ നീയാണല്ലേ ഇതിന്റെ ഇൻചാർജ്, പ്ലീസ് മോളെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, എന്റെ വീട്ടില് 2 പേരുണ്ട്, അവരെ നോക്കേണ്ടത് എന്റെ കടമയാണ്, എന്നെ നോക്കാനായിട്ട് അവിടെ ആരുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സർജറി ഫ്രീ ആയിട്ട് ചെയ്തു തരുമോന്നും പറഞ്ഞ് ജിൻഷിയുടെ കൈ പിടിച്ച് കിഞ്ചാനായിട്ട് തുടങ്ങും. അവരുടെ കയ്യിലാണെങ്കിലോ കുറച്ച് ചതവൊക്കെ പറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ജിൻഷി നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്റെ വീട്ടില് 2-3 കുട്ടികളുണ്ട്, അവരുടെ കൂടെ കളിച്ചപ്പോ പറ്റിയതാണ്, എന്തായാലും നീ അതൊക്കെ വിട്, പ്ലീസ് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, എന്നെ വിശ്വസിച്ച് എന്റെ വീട്ടില് 2-3 പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും റിക്വസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കും. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ആ ലേഡിയുടെ റിസൾട്ടുമായിട്ട് നേരെ ഈച്ചനെ കാണാനായിട്ട് ചെല്ലും. ഇപ്പോ ഇവര് ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തിയ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, ആ പേഷ്യന്റിനെ കുറിച്ച് അന്വേഷിക്കും. അതിനുശേഷം ഇവരുടെ പ്രൊഡക്റ്റ് ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഒരു പ്രൊഡക്റ്റ് ഹ്യൂമൻ ബോഡിയിൽ പക്കാവായിട്ട് സെറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, അത്രയും സൂപ്പറാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിക്കും ഹാപ്പി ആകും. അതിനുശേഷം ആ ഒരു ലേഡിയുടെ റിപ്പോർട്ട് എടുത്ത് കാണിച്ചിട്ട് ഈ ഒരു ലേഡിക്കും ഈ ക്ലിനിക്കൽ ടെസ്റ്റ് നടത്താനായിട്ട് സാധിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഈച്ചനും അങ്ങനെ അത് നോക്കിയിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഓക്കെയാണ്, നമുക്കിത് ചെയ്യാന്ന് പറയും. ആ എന്തായാലും ശരി, ഞാൻ ആ പേഷ്യന്റിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ജിൻഷി അങ്ങനെ അവിടെ നിന്ന് പോകും. ജിൻഷി പോയ പുറകെ തന്നെ സുഷിയും അങ്ങോട്ടേക്ക് കുറച്ച് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരും. ജിൻഷി വന്നിരിക്കുന്നതും പോകുന്നതും കണ്ടിട്ട് തന്നെയാണ് യുഷി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ എടുത്തു വെച്ച് ജിൻഷി ഇപ്പൊ വന്നിട്ട് പോയില്ലേ, ഞാനത് കണ്ടായിരുന്നു, എന്തായാലും നമ്മുടെ ഇടയിലുള്ള ഈ റിലേഷൻഷിപ്പ് അവരാരും അറിയണ്ട, ചിലപ്പോ ജിൻഷിക്ക് അത് വല്ലാത്ത ഫീലിംഗ് ആകുമെന്ന് അറിയും. ഓക്കെ, ഇപ്പോഴത്തേക്ക് ആരോടും പറയണ്ട, എന്നാലും എല്ലാവരുടെയും ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ നമുക്ക് മാരേജ് ചെയ്യാന്നും പറഞ്ഞ് ഈച്ചനും സുഷിയുടെ കയ്യിൽ കയറി പിടിക്കും. ഇവരെപ്പോഴാണ് സെറ്റ് ആയതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല കേട്ടോ, ഇവരിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പോലും മനസ്സിലായത്. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ 2 പേരും കൂടി ഇരുന്ന് ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നൈറ്റ് കാണിക്കാണ്. ജിൻഷി വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വരും. നിങ്ങൾ ഇങ്ങനെ ഒരു ലേഡീനെ എന്തിനാണ് ക്ലിനിക്കൽ ടെസ്റ്റിനായിട്ട് സെലക്ട് ചെയ്തത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത്രക്ക് ശരിയല്ല, ഈ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കണം, ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഇവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അവര് റെസ്റ്റ് എടുക്കാണ്ടിരുന്നാലും വരുന്ന പ്രോബ്ലം നിങ്ങൾക്ക് തന്നെയായിരിക്കും, നിങ്ങളുടെ പ്രൊഡക്റ്റിനാണ് അത് ചീത്തപ്പേര് കൊണ്ടുവരിക എന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല സാർ, അതൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്, ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണണ്ടേന്ന് ഇങ്ങനെ ചോദിച്ച് ജിൻഷിയും അങ്ങനെ കോള് കട്ട് ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്താലേ ലിങ്ങിന്റെ ബാറിലേക്ക് ഒരു ലേഡി കയറി വരും. എനിക്കൊരു ഡ്രിങ്ക് അങ്ങോട്ട് ഒഴിക്കെന്ന് പറയും. ഇത് വേറെ ആരുമല്ല, ലിങ്ങിന്റെ അമ്മയാണ്. ലിങ്ങിനാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ അമ്മേനെ മനസ്സിലാകും. അമ്മേ എന്താ ഇവിടെ നിന്ന് ചോദിക്കും. എന്താണ് ഇത്, ഞാൻ എന്തോരം കഷ്ടപ്പെട്ട ഒരു ഗെറ്റപ്പിൽ വന്നതാണ്, എന്നിട്ട് നീ പെട്ടെന്ന് തന്നെ എന്നെ തിരിച്ചറിഞ്ഞ. എന്തായാലും ഓക്കെ, എന്റെ മോന് കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഒറ്റ നോട്ടത്തില് എന്നെ നീ മനസ്സിലാക്കി കളഞ്ഞത്. പിന്നെ നാൻസി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, നീ എന്തായാലും നല്ല രീതിക്കാണ് ബാറൊക്കെ കൊണ്ടുപോകുന്നത്, ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ, എന്തായാലും നീ എനിക്കൊരു ഡ്രിങ്ക് ഒഴിച്ച് താന്നറിയും. ആ ഓക്കെ അമ്മയെന്നും പറഞ്ഞ ഒരു ഡ്രിങ്ക് ഒക്കെ ഒഴിച്ചു കൊടുക്കും. അതൊക്കെ കുടിച്ചിട്ട് ഓ സൂപ്പർ ആടാന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മകനെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം പുള്ളിക്കാരി ഓരോ ഡ്രിങ്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് ലൈറ്റ് വന്ന് നമ്മുടെ ലിങ്ങിന്റെ അമ്മയുടെ മേത്ത് പെടുന്നത്. ഹേയ് ബ്യൂട്ടി, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ, സ്റ്റേജിലേക്ക് വന്ന് കയറുന്ന പറയും. ഓ ഹാൻസം, നിങ്ങൾ എന്നെയാണ് വിളിച്ചത്, ഞാൻ ദേ വന്നു എന്നും പറഞ്ഞ് അമ്മയാണെങ്കിലും അങ്ങോട്ടേക്ക് ഓടിപ്പോകും. ലിങ്ങാണെങ്കിലും അമ്മയെ പോവല്ലേ, നീയൊക്കെ എന്ത് പണിയാടാ കാണിച്ചത്, അത് എന്റെ അമ്മയാടാന്ന് പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കും. അമ്മ അതൊന്നും നോക്കില്ല, നേരെ കയറി സ്റ്റേജിലേക്ക് നിൽക്കും. സംസാരിക്കാനായിട്ട് പോകുമ്പോ മൈക്കാണെങ്കിലും എത്തുന്നില്ല, എന്തി വലിഞ്ഞ് എന്തൊക്കെ പറയാനായിട്ട് പോകും. ഇതൊക്കെ കണ്ട് ലിങ് ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കും. അവസാനം മൈക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, നിങ്ങൾ എന്റെ മകന്റെ ബാറിലേക്കാണ് വന്നിരിക്കുന്നത്, നല്ല രീതിക്ക് കുടിച്ച് എൻജോയ് ചെയ്യും, എന്തായാലും എന്റെ കയ്യിൽ ഒരുപാട് കഴിവൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിത്തരാന്നും പറഞ്ഞ് നാൻസി ഒരുപാട് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ടിരുന്ന് പാടും. ഇതൊക്കെ കേട്ട് ലിങ് പോലും ഇംപ്രസ് ആകും. ഇത്രയും നല്ല രീതിക്ക് അവന്റെ അമ്മ പാടുമെന്ന് അവനൊട്ടും വിചാരിച്ചിട്ടില്ല. എന്റെ അമ്മക്ക് ഇത്രയും കഴിവാന്ന് പറഞ്ഞ് അമ്മ പാടുന്നതും കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാണ്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.